മുത്തശ്ശി കാൾസ് ഹോട്ടലിലെ ഡേവിഡിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ അങ്കിളും ഓർക്കുന്നു. അങ്ങനെയിരിക്കെ അങ്കിളും ഇപ്പോൾ മുത്തശ്ശിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ കാൾസ് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഡേവിഡ് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ജോലി ഉപേക്ഷിച്ചു പോയെന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞത്. കാൾസ് ഹോട്ടലിന്റെ പേരിൽ ഡേവിഡ് തന്നെ ആയിരുന്നു ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്ട് ഒക്കെ ഉണ്ടാക്കിയത്. നമ്മളെ ശരിക്കും ഡേവിഡ് ചതിക്കുകയായിരുന്നുവെന്ന് മുത്തശ്ശിയോടായിട്ട് അങ്കിളും പറയുന്നു. എനിക്കിപ്പോൾ തന്നെ കാൾസ് ഹോട്ടലിന്റെ സിഇഒനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ആകെ ടെൻസ്ഡ് ആകുന്നു. കൂടാതെ മുത്തശ്ശിക്ക് നേരത്തെ തന്നെ അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും മുത്തശ്ശിക്കുണ്ടായിരുന്നു. ഇപ്പോൾ മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് അങ്കിളും. നമ്മളിനി കാൾസ് ഹോട്ടലിനെ കണ്ട് സംസാരിച്ചിട്ടും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും നമ്മളുമായിട്ടുള്ള ഡീൽ ഒന്നും തന്നെ ഉറപ്പിക്കുവാനായിട്ട് സാധ്യതയില്ല എന്ന് അങ്കിൾ പറയുമ്പോഴത്തേക്കും, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ഒരു ഹോട്ടലിനെ വിശ്വസിച്ചുകൊണ്ടല്ലേ നമ്മളും വലിയൊരു ബിൽഡിംഗ് തന്നെ പണിതിട്ടുണ്ടായിരുന്നതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു. പക്ഷെ അപ്പോഴാണ് അങ്കിളും ഒരു സത്യമൊക്കെ തുറന്നു പറയുന്നത്. അതായത് കാൾസ് ഹോട്ടലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ യുഎസിൽ പണിതിട്ടുണ്ടായിരുന്നെന്ന് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ കള്ളമായിരുന്നു. ശരിക്കും യുഎസില് പണിതീരാതെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ റെന്റിനെടുത്തു. അതിനുശേഷം കുറച്ച് ഫോട്ടോഷോപ്പും കാര്യങ്ങളും മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു തുക പോലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു രീതിക്കുള്ള കെട്ടിടവും പണിതിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അങ്കിൾ പറയുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ കാൾസ് ഹോട്ടലിന് ഒരുപാട് എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ടല്ലോ. അത്രയും എക്സ്പേർട്സിനെ കൊടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇവർ യുഎസിൽ ഒരു പ്ലാന്റ് പണിതു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും മുത്തശ്ശിനെ ഫോട്ടോഷോപ്പ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളും അതുപോലെ തന്നെ കുറച്ച് എക്യുപ്മെന്റ്സും മാത്രമായിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു സാധനങ്ങളും പണമൊന്നും കൊടുത്തിട്ട് അവൻ മേടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ട് അവൻ കൃത്യമായി തന്നെ ആ ഒരു പ്ലാന്റിൽ പോയി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന മുത്തശ്ശിയായിരുന്നു ശരിക്കും ഏറ്റവും വലിയൊരു മണ്ടത്തരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തയ്യാറാക്കിയ രേഖകളിലുള്ളതെല്ലാം തന്നെ സത്യമായിരുന്നു. കൺസൾട്ടിങ്ങിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? അത് കൂടാതെ ഇപ്പോൾ ഇങ്ങനൊരു പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുന്നു എന്ന പേരിലും നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു രണ്ട് കാര്യത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ബുദ്ധിയാണ്. എന്റെ പോക്കറ്റിലേക്കാണ് ഈ ഒരു പണം എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നതെന്നാണ് അങ്കിൾ പറയുന്നത്. നീ ഞങ്ങളുടെ കമ്പനിക്കെതിരായിട്ട് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ഇനി നീ എങ്ങനെയാണ് എന്റെ മകളുടെയും നിന്റെ മകന്റെയും മുഖത്തൊക്കെ നോക്കാനായിട്ട് പോവുക എന്ന രീതിക്ക് മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തന്നെ എനിക്ക് അവരെ രണ്ടുപേരെയും ആവശ്യമില്ല. നിങ്ങളുടെ പണമായിരുന്നു എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ എനിക്കിനി ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും നിൽക്കുന്നു. ഈ ഒരു സമയത്ത് മുത്തശ്ശിയും അവിടെ കൊഴിഞ്ഞു വീഴുകയാണ്. അതായത് നേരത്തെ മുത്തശ്ശി മെഡിസിൻ എടുക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് കയ്യിൽ നിന്നും മെഡിസിൻസ് താഴെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അതൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്കിളാണ്. പക്ഷെ അങ്കിളാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് അവിടെ വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന മുത്തശ്ശിക്കും ഉടനെ തന്നെ മരണമൊക്കെ സംഭവിക്കുന്നതായിരിക്കുമെന്നും, അല്ലെങ്കിൽ തന്നെ കമ്പനിയൊക്കെ നഷ്ടത്തിലായെന്ന് മനസ്സിലായിട്ട് ഏതൊരാൾക്കും അറ്റാക്ക് വരുന്നത് പോലെ ഉള്ളൂ ഇതുമെന്നുമൊക്കെയാണ് അവൻ പറയുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫേക്ക് മെഡിസിൻസ് എല്ലാം തന്നെ അവൻ മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള മെഡിസിൻസ് മുത്തശ്ശിയുടെ അടുത്തായിട്ടും അവനിടുന്നു. അതായത് ടെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന മുത്തശ്ശി മരുന്ന് കഴിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് കഴിക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന രീതിക്കായിരുന്നു അവനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മുത്തശ്ശി ഹോസ്പിറ്റലിലായെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മുത്തശ്ശിയുടെ മകളും അതുപോലെ തന്നെ ഉങ്സും ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. ഇതേ സമയത്ത് അവരുടെ ഒപ്പം അങ്കിളും ഉണ്ടായിരുന്നു. പക്ഷെ അങ്കിൾ പ്ലാൻ ചെയ്തതുപോലെ മുത്തശ്ശി മരണപ്പെട്ടു പോയില്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ കോമയിലാണ് ഉള്ളത്. നിലവിൽ മുത്തശ്ശിക്ക് അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സർജറി ഒക്കെ നടത്തുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. മുത്തശ്ശി മരിക്കുവാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി എപ്പോൾ എണീക്കുന്നോ അതുവരെ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയുവാനായിട്ട് ഡോക്ടർക്കും സാധിക്കുമായിരുന്നുള്ളൂ. മുത്തശ്ശീനെ നന്നായി തന്നെ നോക്കുവാനായിട്ടായിരുന്നു സെക്രട്ടറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സെക്രട്ടറി അവിടെ ഇല്ലാതെ പോയത് കൊണ്ടാണ് മുത്തശ്ശിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മകളും സെക്രട്ടറിനെ കുറ്റപ്പെടുത്തുന്നു. എന്തായാലും മുത്തശ്ശി കുറെ കാലം കോമയിലൊക്കെ കിടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്കിൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇപ്പോൾ മുത്തശ്ശിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിൽ കാൾസ് ഹോട്ടലുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുത്തശ്ശി അത് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BQ ക്യാപിറ്റൽ എന്ന പേരിലുള്ള ഒരു കമ്പനി ഇതുപോലെ കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കമ്പനിയിലേക്ക് 30 ബില്യൺ വോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. BQ ക്യാപിറ്റൽ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കാൾസ് ഹോട്ടലുമായിട്ട് മുത്തശ്ശിയുടെ കമ്പനിക്ക് ഒരു ബന്ധവും ഇല്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്ടറെ കാണിച്ച് തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ ആരും തന്നെ മനഃപൂർവ്വമല്ലല്ലോ ഇത് ചെയ്തത്. കാൾസ് ഹോട്ടലിന്റെ പേര് പറഞ്ഞ് ഡേവിഡ് അല്ലേ നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡിനെ കണ്ടുപിടിക്കുവാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ഉക്സ് ചോദിക്കുമ്പോഴത്തേക്കും
ഡേവിഡിനെ കണ്ടുപിടിക്കുവാനായിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഡേവിഡും വികെ ക്യാപിറ്റലും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മുടെ കമ്പനിനെ കണ്ട് കമ്പനിയോടുള്ള വിശ്വാസമൊക്കെ കാരണമായിരുന്നു വിക്യു ക്യാപിറ്റലും പണം മുടക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ പേരിൽ മാത്രമേ പ്രശ്നം വരികയുള്ളൂ എന്ന രീതിക്ക് അങ്കിളും സംസാരിക്കുന്നു. ശരിക്കും സത്യാവസ്ഥയൊക്കെ പുറത്ത് കൊണ്ടുവരണമെന്ന് വൂചുവിനും ഹോങ്സൂനും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്കിൾ അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. വിക്യു ക്യാപിറ്റൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നായിരുന്നു അങ്കിളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൂചുവിനെ മുത്തശ്ശിയുടെ സെക്രട്ടറിയും കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നീ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ന്യൂസിൽ പറയുന്നത് മുത്തശ്ശി മനഃപൂർവ്വമായിട്ട് PQ ക്യാപിറ്റലിന്റെ അടുത്ത് നിന്ന് പണമൊക്കെ തട്ടുവാനായിട്ട് ചെയ്ത ഒരു ഫേക്ക് കോൺട്രാക്റ്റ് ആണ് ഇത് എന്നാണ്. പക്ഷേ മുത്തശ്ശി കൊഴിഞ്ഞു വീണ അതേ ദിവസം തന്നെ എന്നോട് ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡേവിഡ് കാൾസ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് മുത്തശ്ശി അതുവരെയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സംശയം തോന്നിയതുകൊണ്ടാണ് ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കാനും പറഞ്ഞത്. സോ ഡേവിഡും കാൾസ് ഹോട്ടലുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോൺട്രാക്ട് എല്ലാം തന്നെ ഫേക്ക് ആണെന്നുള്ള കാര്യം മുത്തശ്ശി ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് സെക്രട്ടറിയും പറയുകയാണ്. ഇപ്പോൾ മുത്തശ്ശിയുടെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തതിനു ശേഷം മുത്തശ്ശിനെ കാണുവാനായിട്ട് വൂചുവും എത്തുന്നു. മുത്തശ്ശിക്കും അങ്കിളിന് ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് അവനും ഓർക്കുന്നത്. മുത്തശ്ശി വിചാരിച്ചതുപോലെ തന്നെ അങ്കിളാണോ എല്ലാത്തിനും പിന്നിലെന്ന സംശയമായിരുന്നു വൂചുവിനുണ്ടായിരുന്നത്. മുത്തശ്ശി മനഃപൂർവ്വമായിട്ട് മറ്റു കമ്പനികളെ ചതിക്കുവാനായിട്ട് പ്ലാൻ ഇട്ടു എന്ന രീതിക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാരും ഈ ഒരു കമ്പനിക്കെതിരായിട്ടൊക്കെ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരുന്ന വൂചുവിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ മെറിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൂജുവിന്റെ മനസ്സിലൂടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടാകുമല്ലോ. പക്ഷെ വൂജുവിന് അത് പറയുവാനായിട്ട് ഒരാളില്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം എന്നോട് പറഞ്ഞു. ഞാനും ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് അതെല്ലാം തന്നെ മറ്റു ചെവിയിൽ കൂടെ കളഞ്ഞോളാമെന്നാണ് മെറിയും പറയുന്നത്. അപ്പോൾ മെറിയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് മടിയുണ്ടായിരുന്ന വൂജുവിന്റെ അടുത്തായിട്ട് മെറിയും ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. അതിനുശേഷം വൂജുവിനെയും കൊണ്ട് അവളും നടക്കുവാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ നടക്കുന്ന വഴിക്ക് വൂജുവും തനിക്ക് അങ്കിളിന് സംശയമുണ്ടെന്ന് മെറിയോടും പറയുന്നു. അങ്കിളിനെ കുറിച്ചുള്ള സംശയങ്ങളൊന്നും തന്നെ അങ്കിളിനോട് നേരിട്ട് ചോദിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ അങ്കിൾ എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുവാനായിട്ട് നോക്കും. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം. ശരിക്കും നീ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അങ്കിൾ നിന്നെ ചതിക്കുവാനായിട്ടാണ് ശ്രമിച്ചത്. അങ്ങനെ ഒരാൾ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അതിപ്പോൾ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് നീ ഇതൊന്നും തന്നെ വെറുതെ വിടുവാനായിട്ട് പാടില്ല എന്ന് മെറിയും അവനോട് പറയുന്നു. അങ്ങനെ മെറിയും അവനെ സമാധാനിപ്പിക്കുവാനായിട്ട് ഹഗ് ചെയ്യുന്നു. ഇനി നമ്മുടെ ജിൻകുങ്ങും അതുവഴിയെ നടന്നു പോയ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഹഗ് ചെയ്ത് നിൽക്കുന്നത് അവളും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവളിപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് സെക്രട്ടറി കൂടി എത്തുകയാണ്. എന്തായാലും പൂജുവിനും മെറിക്കും എതിരായിട്ട് ഒരു നടപടിക്കും പോകാതിരുന്നതില് ജിൻകുങ് അവന്റെ അടുത്തായിട്ട് നന്ദി പറയുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും താൻ ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്. നിലവില് സിഒയും മേയറും കൂടി വീടിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത ആ ഒരു റെക്കോർഡിംഗ് ചിൻകുങ്ങിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ചിൻകുങ്ങും അത് സെക്രട്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റെക്കോർഡിംഗ് ഒക്കെ സിഒനെ കാണിച്ചിട്ട് സിഒനെയും കൂടി ഭീഷണിപ്പെടുത്തുവാനായിട്ട് ചിൻകുങ് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഫണ്ടുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ സിഒയും നടത്തുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പണി കിട്ടുമെന്ന് സെക്രട്ടറിയും പറയുന്നു. ശരിക്കും വൂച്ചുവിന് നിന്നെ ഇഷ്ടമില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയിരിക്കെ നീ എന്തിനാണ് വൂച്ചുവിന് വേണ്ടി ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചിൻകുങ്ങിന്റെ അടുത്തായിട്ട് സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകുമെന്നാണ് ചിൻകുങ് പറയുന്നത്. കൂടാതെ നേരത്തെ ചിൻകുങ്ങും സെക്രട്ടറിയോട് സിഒ സംസാരിക്കുന്നതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയിരിക്കെ കുട്ടിക്കാലത്ത് സിഒയ്ക്ക് വേണ്ടി ഒരു എക്സാം ഒക്കെ സെക്രട്ടറി എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിഒയുടെ കൂടെ സെക്രട്ടറിനെ യുഎസിലൊക്കെ വിട്ടിട്ട് സിഒയുടെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം നീ എപ്പോഴും നിൽക്കുവാനെന്നും സിഒ ഒക്കെ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ചിങ്കും കേട്ട് കാണുമല്ലോ. അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നിന്നെ ഏത് രീതിക്കാണോ അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിക്ക് നീയും തിരിച്ച് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക. അതോടെ ആ ഒരു കാര്യം തീരും. അതല്ലാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുവാനായിട്ടൊന്നും പാടില്ല. അതുപോലെ തന്നെ സഹായത്തിന് മേലിൽ നീ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കുവാനും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ഞാൻ കണ്ടത് വെച്ചാണെങ്കിൽ നിന്റെ സിഒ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരുത്തനാണ്. പക്ഷെ നീ ആകട്ടെ അതിനേക്കാൾ 100ഓ 1000മോ ഇരട്ടി നല്ലയാളാണ്. കൂടാതെ നിനക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധവും എല്ലാം തന്നെയുണ്ട്. വേണമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജോലിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചും തരാമെന്ന് അവളും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും ചിരിക്കുകയാണ്.